സിഗരറ്റ് തന്നെ നിങ്ങൾ എടുത്താൽ എൻ്റെ വ്യക്തിപരമായ തോന്നലായിരിക്കും, സിഗരറ്റ് വലിക്കാർ ഭൂരിപക്ഷം ഉള്ളതാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നല്ല കഴിവുള്ളവർ, ചെയിൻ സ്മോക്കേഴ്സ് ആയവർക്ക് അവരുടെ കഴിവ് പിന്നീട് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. ഈ അവർക്കൊന്ന് ഭയങ്കരമായ അവരുടെ ഫോക്കസിങ് പോയിന്റ് തെറ്റിപ്പോയതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ചെയിൻ സ്മോക്കേഴ്സിൻ്റെ. പിന്നെ അവരുടെ ഹെൽത്തിനെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മളെ ശരിക്കും നമ്മളല്ലാതാക്കി മാറ്റുകയാണ്. ഞാൻ പറയുന്നത് ലഹരി പ്രത്യേകിച്ച് അതൊരു വ്യക്തിയുടെ പ്രശ്നമാണ്, ഒരു സാമൂഹിക പ്രശ്നമാണ്. ഇതിൽ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ബന്ധങ്ങളെ അത് ഇല്ലാതാക്കുന്നു. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, പൊതുവിടങ്ങളിൽ മനുഷ്യരിറങ്ങി സംസാരിക്കുന്നതൊക്കെ മാറുന്നു. ഈ മൊബൈൽ ഗാഡ്ജറ്റ് തന്നെ ഒരു വലിയ പരിമിതിയാണെന്നാണ് പറയുന്നത്. ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ സർക്കാരിൻ്റെ തലത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്, സംഘടനകൾ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു വലിയ ചോദ്യമല്ലേ? ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായൊരു പ്രശ്നവും സാമൂഹിക പ്രശ്നമാണ്. ഒരു നല്ല ക്യാരക്ടറുള്ളൊരു വ്യക്തി, നന്നായി പെരുമാറുന്ന, ഒരു സഹാനുഭൂതിയുള്ള, അപരം സ്നേഹമുള്ള ഒരു വ്യക്തി അതിൽ നേരെ മാറുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ആ വ്യക്തിയുടെ പ്രശ്നമാണ്. അത് പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചുറ്റുപാടുള്ള വ്യക്തികളെ കൂടി ബാധിക്കുകയാണ്. ഒരു സാമൂഹിക പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മളിത് വ്യക്തിപരമായി മാത്രം ഇടപെട്ടാൽ പോരാ, സാമൂഹികമായിട്ട് ഇടപെടണം.